വെൽക്കം ടു ബിസ്മി ബേക്കേഴ്സ് കുക്കിംഗ് ബ്ലോഗ്സ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു അച്ചിങ്ങ തോരനാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അച്ചിങ്ങ തോരൻ ഡിഫറെൻറ്റ് റെസിപ്പീസിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു. തോരൻ വയ്ക്കാനുള്ള അച്ചിങ്ങ കഴുകി ഇതേമാതിരി നുറുക്കിയെടുത്തിരിക്കുക കേട്ടോ. അച്ചിങ്ങ തോരൻ വയ്ക്കാൻ ഇതേമാതിരിയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇന്നത്തെ റെസിപ്പിയിൽ വെള്ളം തളിച്ചല്ല ഞാനിത് വേവിച്ചെടുക്കുന്നത്, സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. സ്റ്റീമറൊന്നും ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല. ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഇതേമാതിരി എടുത്തു വെച്ചു. അതിനുശേഷം ഇതേമാതിരി ഒരു സ്ട്രെയിനർ അതിൻ്റെ മേലെ വെക്കുകയാണ്. എന്തെങ്കിലും സ്റ്റീം ചെയ്യാനുള്ള ഒരു ഈസി പരിപാടിയാണ് ഇത് കേട്ടോ. അതിനുശേഷം നുറുക്കി വെച്ചിരിക്കുന്ന അച്ചിങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അച്ചിങ്ങ അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ നടുക്ക് ചെറുതായിട്ടൊരു ഗ്യാപ്പ് കൂടി ഇട്ട് കൊടുക്കണം. സ്റ്റീം പെട്ടെന്ന് കയറി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അതൊന്ന് അടച്ചു വയ്ക്കാം. വെള്ളം തിളച്ച് സ്റ്റീം വന്നു തുടങ്ങിയാൽ പിന്നെ ഒരു 7-8 മിനിറ്റെങ്കിലും ഇതൊന്ന് സ്റ്റീം ചെയ്യണം. അതിനുശേഷം വീണ്ടും ഓപ്പൺ ചെയ്യാം. സ്റ്റീം ചെയ്തപ്പോൾ അച്ചിങ്ങ വേകുകയും ചെയ്തു, നല്ലതുപോലെ സോഫ്റ്റായി കിട്ടുകയും ചെയ്തു. ഇതേമാതിരി കണ്ടോ. ഇനി അതൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു കടായി ചൂടാക്കിയെടുക്കാം. ഇവിടെ ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് കടായിയാണ് എടുത്തിട്ടുള്ളത്. ഫുൾ ഫ്ലെയിമിലാണിപ്പോൾ ഇരിക്കുന്നത്. പാത്രം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞ് കടുകിട്ട് കൊടുക്കണം. കടുക് മുഴുവനും പൊട്ടിക്കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ചു കൊടുക്കണം, ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി അതിലേക്ക് വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും ഉണക്കമുളകും സവാള ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതും ഇട്ട് കൊടുക്കണം. ഉണക്കമുളക് ഞാൻ നുറുക്കിയിടുന്നൊന്നുമില്ല, അതേപടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു മീഡിയം സൈസ് സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അടുത്തതായി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. അതിനുശേഷം പച്ചമുളക് 2ആയി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്തു. അതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയ്ക്ക് ചെറിയ കളർ ചേഞ്ച് വരുന്നത് വരെ വഴറ്റണം. ഒരു കാര്യം കൂടി, ഇവിടെ ഞാൻ പച്ചമുളക് വെറുതെ 2ആയിട്ട് കട്ട് ചെയ്ത് ഇടുകയല്ല ചെയ്തത്, ഇതേമാതിരി ചരിച്ച് കട്ട് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. അതാ കാണാൻ ഭംഗി. ഒരു കറി വയ്ക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ചേർക്കുന്നത് നല്ല ജീരകം പൊടിച്ചതാണ്. നല്ല ജീരകം അതേപടി വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. പൊടികളുടെ റോ ടേസ്റ്റ് പോകുന്നത് വരെ ഒന്നിളക്കി കൊടുക്കാം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തേങ്ങ ചേർക്കാവുന്നതാണ്. ഇവിടെ 1 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തേങ്ങ മിക്സിയിൽ പൾസ് ചെയ്ത് ഒതുക്കിയൊന്നും എടുക്കുന്നില്ല. അതിനുശേഷം ഉപ്പാണ് ചേർക്കുന്നത്. അതെല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. തേങ്ങ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആകണം. തോരൻ കുഴഞ്ഞിരിക്കുന്നതിനേക്കാൾ നല്ലത് വേറിട്ട് കിടക്കുന്നതാണ്. അതിന് അച്ചിങ്ങ ചേർക്കുന്നതിന് മുൻപ് തന്നെ തേങ്ങയിലെ ഈർപ്പം കുറേയൊക്കെ ഇതുപോലെ മാറ്റിയെടുക്കുന്നത്. തേങ്ങയുടെ പണി കഴിഞ്ഞാൽ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന അച്ചിങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കണം. സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ കഴിയും. അച്ചിങ്ങയും തേങ്ങയും ഒക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചെടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ ഈ സമയത്ത് കുറച്ചുകൂടി ചേർക്കാവുന്നതാണ്. അങ്ങനെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, അപ്പോൾ കുറച്ച് ഉപ്പ് കുറവായി തോന്നി. അതുകൊണ്ട് ഒരല്പം കൂടി ഉപ്പ് അതിലേക്ക് ചേർക്കുകയാണ്. അതിനുശേഷം ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം. ഇനി അതെല്ലാം കൂടി ആ കടായിലേക്കൊന്ന് ഒതുക്കി വെക്കണം. തോരൻ വയ്ക്കുമ്പോൾ സാധാരണ ചെയ്യുന്ന കാര്യമാണിത്. ഇനി ഒന്ന് അടച്ചു വയ്ക്കാം. എന്നിട്ട് ഫ്ലെയിം സിമ്മർ ചെയ്യണം.
ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരുന്നോട്ടെ. 5 മിനിറ്റിന് ശേഷം ഒന്നുകൂടി ഓപ്പൺ ചെയ്യാം. അടച്ചു വെക്കുമ്പോൾ ഫ്ലെയിം സിമ്മർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് പാത്രത്തിൻ്റെ സൈഡിലേക്ക് നീക്കി വെച്ച് കൊടുക്കണം. അവിടെ ഇരുന്ന് തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞ് കഴിക്കാം. അങ്ങനെ അച്ചിങ്ങാത്തോരൻ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. അടുത്ത പ്രാവശ്യം മറ്റൊരു റെസിപ്പിയുമായിട്ട് വരാം.